ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം അഭിലാഷിൻ്റെ മുഖത്ത് ബ്രാൻഡി വെച്ചിട്ട് ലൈറ്ററൊക്കെ കത്തിച്ച് നിന്നപ്പോൾ അഭിലാഷ് അയ്യോ ചെയ്യരുതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വിക്രം അവിടെ നിന്ന് പോകും. അതിന് ശേഷം അഭിലാഷാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കമലാമ്മ ഇങ്ങനെ വിക്രത്തിനോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വേദ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വേദ എന്താ എന്താ എന്ത് അമ്മയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ. അവൻ കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവനാണ്. അവൻ്റെ വിധവയായി ഈ വീട്ടിൽ നിന്ന് ആ കുട്ടി ഇറങ്ങി പോകുന്നത് നിനക്ക് കാണണമെന്നൊക്കെ ചോദിച്ച കാര്യം ഓർമ്മ വരികയാണ്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവാണ് അത് ഓർക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, വിക്രത്തിന് ഓർത്തിട്ടാണോ അമ്മ വിഷമിക്കുന്നത്? ഇനിയിപ്പോൾ അമ്മ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പകരം തീർക്കാൻ പോയ ആൾക്കാരായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയണം, മോളെ അവനെക്കുറിച്ച് ഓർത്ത് എന്നും എനിക്ക് തിരിഞ്ഞേണ്ടി വന്നിട്ടുണ്ട്. അവനെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ അവൻ്റെ അച്ഛനത് വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ സത്യത്തിന് രണ്ട് മുഖം കൊടുക്കേണ്ടി വന്നു. അവൻ്റെ അച്ഛൻ്റെ വാക്കിൻ്റെ അതുപോലെ അവൻ്റെ വാക്കിന് എനിക്ക് സത്യം കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് അവൻ്റെ വാക്ക് ഞാൻ കണ്ണും അടച്ച് വിശ്വസിക്കുകയാണെന്നൊരു പേടി തോന്നുന്നുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇന്നലത്തെ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് അമ്മ ടെൻഷൻ അടിക്കുന്നത്. ഇനി ആരും ഒന്നും ചെയ്യൂല എന്ന് വിക്രം വാക്ക് പറഞ്ഞിട്ടില്ലേ? വാക്ക് പറഞ്ഞാൽ അത് ഉറപ്പായിട്ട് വിക്രം നിറവേറ്റിയിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നത്തിന് പോകുമെന്നുള്ള പേടിയുണ്ട് മോളെ എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയക്കാരുടെ കൂട്ടത്തിലല്ലേ അമ്മ വിക്രം നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. സത്യത്തിൻ്റെ മാത്രം പിന്നിൽ കൂടെ അവർക്ക് പോകാൻ പറ്റൂല അമ്മേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കേട്ടോ. മോൾക്ക് അവനെ നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കത് മുഴുവനായിട്ട് അമ്മയ്ക്ക് ഉറപ്പ് തരാൻ പറ്റുന്നില്ല അമ്മേ, പക്ഷേ ഞാൻ ശ്രമിച്ച് നോക്കാം. അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും, നമുക്ക് വിക്രത്തിന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കാം, പരമാവധി നമുക്ക് ശ്രമിക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ വേദന നെഞ്ചിലേക്ക് വീണിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. കാണിക്കുന്നത് വേദന അച്ഛനും അമ്മയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. അച്ഛനിങ്ങനെ വിഷമിച്ചിരിക്കണ കാണുമ്പോൾ അമ്മ ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രാവിലെ ഞാൻ അമ്മയും കൂടെ അമ്പലത്തിൽ പോയപ്പോൾ ഇതേ വിഷമം തന്നെയായതുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ പോയിട്ട് വന്നപ്പോഴും ഈ വിഷമം തന്നെയെന്ന് പറയാൻ കേട്ടോ. മോളെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം, അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നതല്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ പത്മ. അപ്പോൾ പറയുന്നുണ്ട്, എന്നാലും അവളെ ആ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ലല്ലോ മുഴുവനായിട്ടും എന്നൊക്കെ പറയണേ. അമ്മ പറഞ്ഞ് അവളുടെ ജീവിതം ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അവൾ സന്തോഷം കണ്ടെത്തുന്നത് ആ വീട്ടിലായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ആ വീട്ടുകാരെ അവളെ അംഗീകരിക്കാതെ അവളെങ്ങനെ സന്തോഷം കണ്ടെത്താനാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവൻ ബലമായി കിട്ടിയ താലിയുടെ ബലത്തിൽ മാത്രമല്ല അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയട്ടെ. പിന്നെ എന്താ അതിന് മാത്രം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം എൻ്റെ ഒരു തീരുമാനം കൂടിയിട്ട് അതിന് കാരണമായിട്ടുണ്ടെന്ന് പറയട്ടെ. എന്ത് തീരുമാനം എന്ന് ചോദിക്കാൻ കേട്ടോ. മറ്റുള്ളവരുടെ കാര്യത്തിൽ നീതി ന്യായം നോക്കി തീരുമാനങ്ങൾ എടുത്തിരുന്നു ഞാൻ, പക്ഷേ എൻ്റെ സ്വന്തം മോളുടെ കാര്യം വന്നപ്പോൾ ഒരു തെറ്റായ തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്നു. വിക്രത്തിനെ ഇല്ലാതാക്കാൻ ഞാനൊരു പോലീസുകാരൻ്റെ സഹായം തേടി. അത് എൻ്റെ മോള് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയത്. ദർശനമായിട്ടുള്ള വിവാഹം നടത്താനും വിധവ ആയി മാറിയതിന് ശേഷം ദർശനമായിട്ടുള്ള വിവാഹം നടത്താമെന്നല്ലേ അവൾ പറഞ്ഞത്. പക്ഷേ അതിന് ശേഷമാണ് അവൾ തീരുമാനം മാറ്റി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോയത്. അന്നായ ഒരു തീരുമാനം എൻ്റെ വായിൽ നിന്ന് വന്നതുകൊണ്ടാണ് അവൾ അങ്ങനെ പോയത്. അത് തെറ്റായ തീരുമാനമായിരുന്നു, ഒരച്ഛൻ എന്ന നിലയിൽ ഞാനൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പത്മത്തിനോട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. എന്നാൽ അന്ന് കാപ്പ ചുമത്തി അവനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ മോളെന്നോട് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ടെന്ന് പറയാം കേട്ടോ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വലിയ ആൾക്കാരുടെ പേരാണ് എഴുതിയത്. പക്ഷേ ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ചാണ് എഴുതിയത്. എല്ലാ നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും എനിക്ക് എല്ലാവിധ ഇമോഷൻസും എൻ്റെ അച്ഛൻ തന്നെയാണ്, എല്ലാത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു അച്ഛൻ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാനത് തീരുമാനം മാറ്റി, ഇന്ന് എൻ്റെ അച്ഛൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ പത്മത്തിനോട് പറയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കതിൽ നല്ല വിഷമമുണ്ട്, ഞാനായിട്ടൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ പാടില്ല. ഇപ്പോൾ അവസാനം അവളുടെ വിക്രത്തിൻ്റെ അച്ഛൻ്റെ അമ്മേനെയും ജീവൻ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞിട്ട്. ജീവനോ എന്താ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മയോട് തുറന്ന് പറയാൻ കേട്ടോ ശ്രീകാന്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ.
അപ്പം അമ്മ ചോദിക്കുന്നു ശ്രീകാന്ത് എന്ത് ചെയ്തു? അത് ആ ഭണ്ഡാര മോഷണൻ്റെ ആ മോഷണം അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. വിക്രത്തിന് കുറച്ച് നാൾ ജയിലിൽ കെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ്റെ അച്ഛനും അമ്മനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തി. പക്ഷെ അത് ശ്രീകാന്ത് അല്ല ചെയ്തതെന്നാണ് ശ്രീകാന്ത് പറയുന്നത്. എന്തോ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ട, ഇനിയിപ്പോൾ ഇത് വേദം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൾ ഈ വീട്ടിലേക്ക് വരില്ല എന്നൊക്കെ അച്ഛൻ പറയാൻ കേട്ടോ. അമ്മ പറയുന്നുണ്ട് പോട്ടെ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേദയ്ക്ക് ഒരു ഗ്ലാസ് പാലും കൊണ്ട് അമ്മ വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് മോളെ ഈ പാല് കുടിക്കുക, ഇത് ഞാൻ കുടിക്കുക തന്നെ വേണം. ആദ്യം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് മുത്തശ്ശി പാലും കൊണ്ടുവരും, പകുതി കുടിച്ചിട്ട് ഞാൻ പകുതി കളയും, മുത്തശ്ശി കാണാണ്ട് എന്ന് പറയും കേട്ടോ. എന്നാലേ ഇത് പകുതി കളയണ്ട, ഞാൻ ഉറവിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് വേദ ഒരിത്തിരി കുടിക്കുകയാണ് കേട്ടോ ഗ്ലാസ് പിടിച്ചിട്ട്. എന്താ അമ്മയുടെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കുടിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പോകും, മോളോട് സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് മോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. സുഖമാണ് മുത്തശ്ശി, അവിടെ എല്ലാവർക്കും സുഖമാണ്. ഇവിടെയൊക്കെ സുഖമാണ്. പക്ഷെ മോളുടെ അച്ഛന് മാത്രം എന്തോ ഒരു വിഷമമുള്ളത് പോലെ തോന്നുന്നുണ്ട്. എന്താ അച്ഛന് എന്ത് പറ്റി? കോടതിയിൽ എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ടാണ്? അതൊന്നുമല്ല, മോളെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. കാലത്ത് വർഷരെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകുന്ന കാര്യം പറയാൻ പോയപ്പോൾ പത്മം ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തിനാണ് വർഷത്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത്? വയറുകാലം ചടങ്ങില്ലേ മോളെ, എനിക്കും കൂടെ പോരണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ മോളൊരു കാര്യം പോരാ, മോളൊന്നും പറയൂല അവരെന്നൊക്കെ പറയും കേട്ടോ. എന്നാൽ അച്ഛനോട് ചോദിച്ച അനുവാദം വാങ്ങിച്ച് വെക്കിയിട്ടാണ് മോളെന്ന് പറയും, മുത്തശ്ശി എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരി മോളെ, ഞാൻ അച്ഛനോട് ചോദിച്ച അനുവാദം വാങ്ങിച്ച് വയ്ക്കാം വർഷയുടെ വീട്ടിലേക്ക് പോകാൻ എന്നൊക്കെ പറയട്ടോ. ഈ സമയത്ത് വിക്രമോടേക്ക് വരാൻ കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കും ആരായിട്ടാണ് ഈ സമയത്ത് കിന്നരിക്കുന്നത് എന്ന് പറയട്ടോ. പേടിക്കണ്ട, കാമുകനൊന്നുമല്ല. അയ്യോ എനിക്കൊരു പേടിയൊന്നുമില്ല, പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും കാലമാടന്മാർ വന്ന് നിന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയട്ടെ. നിങ്ങളെക്കാളും വലിയ കാലമാടൻ ഇനി വേറെ ഇല്ലല്ലോ എന്ന് പറയട്ടെ. എന്താ നീ പറഞ്ഞത്? നിങ്ങളെക്കാളും വലിയ കാലമാടനെ വേറെ ഇല്ലയെന്ന് പറഞ്ഞതാന്ന് പറയട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് എന്തായി കാലത്ത് കെട്ടി ഒരുങ്ങി പോയിട്ട് ഗുണ്ടകളൊക്കെ എതിരാളികളൊക്കെ നിലംപരിശാക്കിയ എന്താ ഉപയോഗിച്ചത്? വാളോ വെട്ടോത്തിയോ ഗണ്ണോ എന്താണ് ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിക്കാനിട്ടല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാർ ഗണ്ണ് ഉപയോഗിക്കില്ലല്ലോ, നിങ്ങൾക്ക് 12 വെട്ട് 22 വെട്ട് 32 വെട്ട് അതൊക്കെയല്ലേ ശീലം എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, അത്ര മനുഷ്യൻ്റെ സമാധാനം കളയാനൊക്കെ പറഞ്ഞിട്ട് വഴക്ക പറയാൻ കേട്ടോ. അതെ വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കഴിക്കാനായിട്ട് കുളിച്ചിട്ട് കാലത്ത് കുളിക്കാതെ നനയ്ക്കാതൊക്കെ പല്ലിയേക്കാതൊക്കെ പോയതല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് പറയുന്നു. അപ്പോൾ വിക്രം പറഞ്ഞു നീ എന്തിനാണ് ആ കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നത്? എനിക്ക് ചോറ് വിളമ്പിത്തരാൻ എൻ്റെ അമ്മയുണ്ട്. അയ്യോ ആ പാവയെ കിടന്നുറങ്ങിയാണ്, ഇതുവരെ നിങ്ങളുടെ ആലോചിച്ച് കരഞ്ഞ് തളർന്നിട്ടാണ് ഉറങ്ങുന്നത്. ആ പാവത്തിന് വിളിച്ച് ശല്യം ചെയ്ത് ദയവ് ചെയ്തിട്ടെന്നൊക്കെ പറയാൻ കേട്ടോ. നിങ്ങൾ കാരണം ഈ കുടുംബത്തിലുള്ളവർക്ക് എഴുന്നേറ്റ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. ഇന്നലെ ഉണ്ടായ ആക്രമണം ഇനിയും ഉണ്ടായാലും എന്നുള്ള പേടിയാണ് എല്ലാവർക്കും എന്ന് പറയും. അങ്ങനെ പേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇന്നത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഉണ്ടായാലോ? അങ്ങനെ ഉണ്ടാവില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ ഉണ്ടായാലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവർ ജീവനോട് ഇരിക്കില്ല എന്ന് പറയട്ടോ. അതുകൊണ്ട് എന്താ കാര്യം? ഈ വീട്ടിൽ നഷ്ടപ്പെട്ട ജീവൻ തിരികെ കിട്ടുമോ? അപ്പോഴും നിങ്ങൾക്ക് ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റൂലല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നൊക്കെ വേദ ചോദിക്കാൻ കേട്ടോ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് കേട്ടോ. ഉറങ്ങാതെ കാത്തിരിക്കുന്നു, എനിക്ക് ഉറങ്ങിക്കൂടെ എവിടെയെങ്കിലും പോയി കിടന്നിട്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അന്നേരം വേദ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി പറയുന്നത് വേണമെങ്കിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വായോ, ഞാൻ വിളമ്പി വയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രാണയുടെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു ഇനിയിപ്പോൾ ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴുത്തിൽ പോയി കിടന്നോന്ന് പറയാം. തൊഴുത്തോ? തൊഴുത്ത് അല്ലാതെ പിന്നെ എന്താ പറയാതിനെന്ന് ചോദിച്ചിങ്ങോട്ട് വേദം ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വിക്രം തൻ്റെ റൂമിലേക്ക് നോക്കുമ്പോൾ പശുവും ആടൊക്കെ കരയുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ. ശരിക്കും ഇത് തൊഴുത്ത് തന്നെയാണോ എന്നുള്ള രീതിയിൽ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് കേട്ടോ. ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരികയാണ്. അപ്പോൾ അത് വർഷയാണ് കേട്ടോ. എന്നിട്ട് വർഷ ചോദിക്കുന്നുണ്ട് കാലത്തെ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അമ്മനോട് അച്ഛൻ കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അവൻ്റെ അച്ഛനും അമ്മനെയും കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ തന്നെയാണെന്നാണ് ഇപ്പോഴും അച്ഛൻ ധരിച്ചിരിക്കുന്നതെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയട്ടോ. ആണോ? പക്ഷേ ഇനിയിപ്പോൾ ഞാനല്ലാന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ വിശ്വസിക്കില്ല എന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അമ്മനോട് അതൊക്കെ തുറന്നു പറഞ്ഞു അച്ഛൻ. അത് തുറന്നു പറഞ്ഞു. മാത്രമല്ല അന്ന് അവനെ തീർക്കാൻ വേണ്ടി പോലീസുകാർ ഏർപ്പെടുത്തിയ കാര്യമൊക്കെ അമ്മനോട് തുറന്നു പറഞ്ഞു. ദൈവമേ, ഇനിയിപ്പോൾ അമ്മ അത് മുത്തശ്ശിയോട് പറയും, മുത്തശ്ശി വേദനോട് പറയും എന്നൊക്കെ പറയും. വേദനോട് പറയേണ്ട കാര്യമില്ല, അവൾക്കതറിയാം. അവൾക്കറിയാമോ? അതവൾ അന്ന് ഒളിച്ചു കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്നൊക്കെ പറയാൻ കേട്ടോ.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കാൻ കേട്ടോ. അത് ആ വിനായകൻ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ആകെ കുഴപ്പത്തിലായതെന്നൊക്കെ പറയും. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, ഇവിടെ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവളെ മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും കേട്ടോ. അതൊക്കെ മാറിക്കോളും എന്ന് പറയാണ്. പിന്നെ ദീപ്തിനെ ആലോചിച്ചതാണ് നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദർശന് വേണ്ടിയിട്ടെന്ന് പറയും. അതെ, ഞാനും അമ്മരെ വാക്ക് കിട്ടും, അതിന് സമ്മതം മൂളി എന്നൊക്കെ പറയും കേട്ടോ. എന്തായാലും നമുക്കിനി ഇങ്ങനെ പോയാൽ പോരാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വർഷ പറയും ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അത് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് അവരെ രണ്ടാക്കണം, വിക്രവും വേദയും പിരിയണം. പിരിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് ശ്രീകാന്ത് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.